ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പഴന്തിര പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ ചന്ദ്രമതി ജ്യോത്സ്യൻ്റെ അടുത്ത് നിന്ന് പൂജിച്ചുകൊണ്ട് വന്ന ഒരു ഏലസ് പൂജാമുറി കൊണ്ട് വെക്കുന്നുണ്ട്. ആ ഏലസ് എടുത്ത് സച്ചിയും രേവതിയും കൂടി ചേർന്ന് രവീന്ദ്രൻ്റെ കൈ കെട്ടിക്കൊടുക്കുകയാണ്. അതിനുശേഷം രവീന്ദ്രൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം വരികയാണ്. ബെഡ്റൂമിലോട്ട് കടന്നു വരുന്ന രവീന്ദ്രൻ കാണുന്നത് ബെഡിൽ മുഴുവൻ സാരികൾ വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രയോട് ദേഷ്യപ്പെടുന്നുണ്ട്. നീ എന്താ ചന്ദ്ര ഈ ബെഡിൽ കിടക്കുന്ന സാരി ഒന്നും മടക്കി വെക്കാത്തതെന്ന് ചോദിക്കുമ്പം അതൊക്കെ രേവതി ചെയ്തോളൂ എന്ന് പറയും. രേവതി മോളത് വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യേണ്ട കാര്യം അവൾക്കുണ്ടോ? നിനക്ക് എന്തെങ്കിലും ജോലി ചെയ്തുകൂടായോ? മര്യാദയ്ക്ക് ഇതൊക്കെ മടക്കി വെക്കാൻ പറയുമ്പോൾ ചന്ദ്ര പറയും എനിക്കിപ്പോൾ പറ്റത്തില്ല, പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറയും. നിനക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അടിക്കാൻ കയ്യൂങ്ങുകയാണ്. ആ സമയത്ത് സച്ചിൻ രേവതിയും കൂടി വന്ന് തടയുന്നുണ്ട്. ഓ നീ ഇതിന് ഇപ്പം ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കും. ഞാനോ? ഞാൻ രേവതിയുടെ കൂടെ വന്നു, എപ്പം നോക്കിയാലും ഭാര്യയുടെ പുറമെ നടന്നോളൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. ഞാൻ രേവതിയല്ലേ വിളിച്ചതെന്ന് പറയും. അവളുടെ കൂടെ ഞാൻ വന്നാൽ എന്താ കുഴപ്പം? ഞാനുള്ള ഭർത്താവില്ലേ? ഇങ്ങനെ ഒരു പെൺകോന്ന് എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ എന്താ ഭാര്യയുടെ പുറമെ ഭർത്താവ് വന്നാൽ എന്താ കുഴപ്പം? അങ്ങനെ സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാർ ഇതൊക്കെ മടക്കി വെക്കുക രേവതി എന്ന് പറയും. നിൻ്റെ അടുത്തല്ലേ ഞാൻ പറഞ്ഞാൽ മടക്കി വെക്കാൻ, നീ മടക്കി വെച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പറയും. എനിക്ക് പറ്റത്തില്ല. അപ്പോഴത്തേക്ക് നീ പറ്റത്തെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അടിക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് സച്ചി തടയുകയാണ്. ആ സമയത്ത് എന്താ വെച്ചാൽ അച്ഛൻ എന്ത് പറ്റി എന്ന് പറയും. വാന്ന് പിടിച്ചുകൊണ്ടങ്ങ് രേവതിയും സച്ചിയും കൂടി രവീന്ദ്രനെ താഴോട്ട് കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് ചന്ദ്രമതി കട്ടിലിരുന്ന് ഇങ്ങനെ വിഷമിക്കുകയാണ്. കാരണം രവീന്ദ്രൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പെരുമാറ്റം. സാധാരണ അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുത്തിയൊന്നുമില്ല. ഇതെന്താ സംഭവിച്ചതെന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ശ്രുതി വീട്ടിൽ വന്നിട്ട് മീരയടുത്ത് പറയും, എന്തായി ശ്രുതി, നീ ജപിച്ച ഏലസ് കൊണ്ട് ചെന്ന് ബാമാൻ്റിയുടെ കൊണ്ട് കൊടുത്തു? ആ കൊടുത്തു. ബാമാൻ്റി അത് ചന്ദ്രമതി ആൻറ്റിക്ക് കൊടുക്കും? പിന്നെ കൊടുക്കും. അത് എന്നെയും ശ്രുതിയും തമ്മിൽ തെറ്റിക്കാനാന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ആ ഏലസ് ആൻറ്റി മേടിച്ചിട്ട് ശ്രുതിയുടെ കൈ കെട്ടിക്കൊടുക്കും. അതെന്തായാലും കെട്ടിക്കൊടുത്തേ പറ്റത്തോളം എന്ന് പറയും. അപ്പോൾ പിന്നെ അവർ അമ്മയും മോനും തമ്മിൽ കിടന്ന് അടിച്ചോളെന്ന് പറയും. എന്നെ എൻ്റെ ഭർത്താവിനും തമ്മിൽ തെറ്റിക്കാൻ നോക്കിയതല്ലേ ആ സ്ത്രീ, അവർക്ക് ഇങ്ങനൊരു പണി എന്നെ കൊടുക്കണമെന്ന് പറയും. ശരി ഇതൊക്കെ നടന്നെന്ന് പറയും. ബാമാൻ്റിക്ക് എന്നെ ഒരു പേടിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് ആത്മഹത്യ എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. നീ ആൾ കൊള്ളാമല്ലോ ശ്രുതി എന്നൊക്കെ പറയും. അങ്ങനെ ആ ഏലസ് ബാമയുടെ കയ്യിൽ ഇരിക്കുകയാണല്ലോ, എങ്ങനെയെങ്കിലും ചന്ദ്രമതിയുടെ കയ്യിൽ ഏൽപ്പിക്കണം. അതിനുശേഷം നമ്മുടെ രേവതി കിച്ചണിൽ നിന്ന് പണിയുകയാണ്. ആ സമയത്ത് സച്ചി അങ്ങോട്ട് വരും. നോക്കുമ്പോൾ തേങ്ങ തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സച്ചി വന്നിട്ട് തേങ്ങ തിന്നുമ്പോൾ സച്ചിയുടെ ഈ തേങ്ങയൊന്നും വാരി തിന്നാതെ അതിനെന്താ കുഴപ്പം, തേങ്ങ തിന്നുന്നത് കുഴപ്പമെന്ന് ചോദിക്കും. തേങ്ങയൊന്നും വാരി തിന്നുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ലെന്ന് പറയും. എന്ന് ആര് പറഞ്ഞു? എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഈ കൊച്ചിലെ പിള്ളേർ തേങ്ങ വാരി തിന്നുമ്പം തേങ്ങ തീരുമെന്നുള്ള പേടിയോടെ അമ്മമാർ പറഞ്ഞ് പീഡിപ്പിക്കുന്നതാണെന്ന് പറയും. കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരവിടെ ചിരിച്ച് രസിച്ചിരുന്ന് പാചകമൊക്കെ ചെയ്യുകയാണ്. ആ സമയത്താണ് കലി തുള്ളിക്കൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ചന്ദ്രമതി ചോദിക്കും, എവിടെ എന്നോട് കയ്യിലും ഒക്കെ പിടിക്കുകയാണ്. എന്താ ഈ കാണിക്കുന്നത്, എന്തു അമ്മയെന്ന് ചോദിക്കും. എവിടെ ഞാൻ കൊണ്ടുവന്ന സാധനം ഊരടാന്ന് പറഞ്ഞുകൊണ്ട് ഷർട്ടിൻ്റെ താഴ്ഭാഗത്തും കഴുത്തിലൊക്കെ ഇങ്ങനെ തപ്പി നോക്കണം. എന്താ അമ്മയെന്ന് വെച്ചുകൊണ്ട് രേവതി ചോദിക്കും. ഞാൻ ആ പൂജാമുറിയിൽ ഒരു ഏലസ് ജപിച്ചു, ആ ഏലസ് നീ ഇവനെടുത്ത് കെട്ടിക്കൊടുത്ത് നോക്കും. ഞാനോ ഏലസ് കെട്ടിക്കൊടുക്കാനോ? ആർക്ക്? ഇവന് തന്നെ. ഞാൻ എൻ്റെ അമ്മ ശ്രുതിക്ക് വേണ്ടി ഏലസ് ജപിച്ച് അവിടെ കൊണ്ട് പൂജാമുറി വെച്ചിരുന്നതാണ്. അതിപ്പോൾ അത് കാണുന്നില്ല. നീ അല്ലേ അതെടുത്ത് ഇവന് കെട്ടിക്കൊടുത്തെന്ന് നോക്കും. അമ്മ എന്തേ പറഞ്ഞത്? അമ്മ വാങ്ങിച്ചു വെച്ച ഏലസ് ഞാൻ എന്താ സച്ചിയേട്ടന് കെട്ടിക്കൊടുക്കുന്നത്? ഇങ്ങോട്ടും നോക്കണമെന്ന് പറയും. എന്തോ കയ്യിൽ ഊരാൻ പോകുന്നു, കയ്യിൽ ഊരണമെന്നൊക്കെ ചോദിക്കും. ആ ഏലസ് ഇങ്ങ് തരാൻ. ഞാൻ എടുത്തിട്ടില്ല, എനിക്ക് ആ ഏലസ് കെട്ടേണ്ട യാതൊരു ആവശ്യമില്ലെന്ന് പറയും. പിന്നെ ആ ഏലസ് അവിടെ പോയി. ഞങ്ങൾക്കറിയത്തില്ല എന്ന് പറഞ്ഞ് സച്ചിൻ രേവതി ഇങ്ങനെ കൈമലത്തുകയാണ്. അത് എവിടെയാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങ് പോവുകയാണ്. ആ സമയത്ത് സച്ചിൻ രേവതി ചിരിക്കും. നടന്നത് തന്നെ, അമ്മയെ ഞങ്ങൾ പറ്റിച്ചെന്നുള്ളൊരു ഭാവത്തിലായിരുന്നു സച്ചിൻ രേവതിയും. ആ ഏലസ് രവീന്ദ്രൻ്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന കാര്യം സച്ചിൻ രേവതിയും പറയത്തുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദേഷ്യം പിടിച്ചുകൊണ്ട് ചന്ദ്രമതി നേരെ ബാമയുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ബാമ പറയും, ചന്ദ്രേ ഞാൻ നിന്നെ ഒന്ന് കാണാതിരുന്നായിരുന്നു. എന്താ ബാമേ? ഞാൻ ഇന്ന് രാവിലെ ഒന്ന് ക്ഷേത്രത്തിൽ പോയിരുന്നു. അപ്പോഴേ ജോത്സ്യനെ കണ്ടെന്ന് പറയും. ജോത്സ്യർ അതെ, നമ്മൾ ഇന്നലെ കാണാൻ പോയ ജോത്സ്യനാണ്, ഇത് കുറച്ചും കൂടി ശക്തിയുള്ള ജോത്സ്യനാണെന്ന് പറയും. അയാളടുത്ത് ഞാൻ നിൻ്റെയും ശ്രുതിയുടെയൊക്കെ കാര്യം പറഞ്ഞപ്പോഴേ ശ്രുതിയും തമ്മിൽ അകറ്റാൻ വേണ്ടി അയാൾ ഏലസ് ജപിച്ചതെന്ന് പറയും. ഏലസ് ജപിച്ചു തരും? അതെ, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇത് ശക്തിയുള്ള ഏലസാണ്, ഇത് ശ്രുതിയുടെ കൈ കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ശ്രുതി ആയിട്ടുള്ള ബന്ധം വേർപെടുമെന്ന് പറഞ്ഞു. എന്തായാലും കാര്യമായി ബാമേ, ഞാൻ ഇന്നലെ വീട്ടിൽ കൊണ്ട് പൂജാമുറി വെച്ച ഏലസ് കാണാനില്ല. ഞാനത് അവിടെ മുഴുവൻ നടന്നു നോക്കി, ഇത് എവിടെ പോയെന്ന് അറിയത്തില്ല. എന്താ ഇത് കാര്യമായി, ഇത് കൊണ്ടു ചെന്ന് ശ്രുതിക്ക് കെട്ടിക്കൊടുക്കാമെന്ന് പറയും. അങ്ങനെ ആ ഏലസ് വാങ്ങിച്ചുകൊണ്ടാണ് നേരെ
ചന്ദ്രമതി വീട്ടിലോട്ട് വരുന്ന സമയത്ത് അവിടെ ശ്രുതി ഷോപ്പിൽ നിന്ന് അങ്ങോട്ട് വരികയാണ്. ആ മോനെ ശ്രുതി അവിടെ നിന്ന് എന്താ അമ്മേ ഈ ഏലസ് കൈ കെട്ടണമെന്ന് പറയും. ഏലസോ ഇതെന്തിനാ? ഇത് കൈ കെട്ടണം, ഇത് ശക്തിയുള്ള ഏലസാണ്. അവളെപ്പോഴും നിന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുമോ, എങ്ങനെയെങ്കിലും ആ മാരണം നിൻ്റെ ജീവിതം ഒഴിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏലസ് പിടിച്ച് കെട്ടിക്കൊടുക്കും. ശ്രുതിക്ക് അത് കിട്ടുന്നതുകൊണ്ട് ഒട്ടും താല്പര്യമില്ല. മനസ്സോടെ എങ്ങനെയെങ്കിലും ചന്ദ്രമതി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്നു കൊടുക്കുകയാണ്. അങ്ങനെ ചന്ദ്രമതി കൈയുടെ സൈഡിലായിട്ട് ഏലസ് കെട്ടി കൊടുത്തിട്ട് ഷർട്ട് പിടിച്ചങ്ങ് ഷർട്ടിൻ്റെ കൈ ഭാഗം അങ്ങ് താത്തിടും. അത് കഴിഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ ശ്രുതി ഷോപ്പിലോട്ട് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രമതി വന്നിട്ട് പറയും, മോനെ അവൾ കടയിലോട്ടെങ്ങാനും വരുവാണെന്നുണ്ടെങ്കിൽ അവളെ കടയിൽ കയറ്റരുത് എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതിയുടെ മറ്റും ഭാവമൊക്കെ പെട്ടെന്ന് അങ്ങ് മാറുകയാണ്. സംഭവം കയ്യിൽ ഓൾറെഡി ഏലസ് കിടപ്പുണ്ടല്ലോ. അപ്പോഴത്തേക്കും തിരികെയാണ്, അവൾ കടയിൽ വന്ന് എന്താ കുഴപ്പം, അവളുടെ ഭാര്യയല്ലേ, അവൾ കടയിൽ വന്നിട്ട് അമ്മയ്ക്ക് എന്തോ കുഴപ്പം, ഇതിനെല്ലാം കാരണം അമ്മയെ ഞങ്ങളെ തമ്മിൽ വേർപിരിച്ചത്, അമ്മയ്ക്ക് പണത്തിനോടുള്ള അത്യാഗ്രഹം കൊണ്ടാണ് എനിക്ക് എൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയുടെ നേരെ തിരികെയാണ്. അപ്പോഴത്തേക്ക് രവീന്ദ്രനും ശ്രുതിയും എല്ലാം അങ്ങോട്ട് വരികയാണ്. ആദ്യമായിട്ടാണ് ചന്ദ്രമതിയോട് ശ്രുതി കയർത്ത് സംസാരിക്കുന്നത്. ഉടനെ ശ്രുതിയുടെ മാറ്റം ചന്ദ്രമതിക്ക് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല. നീ എന്തൊക്കെയാണ് മോനെ പറഞ്ഞത്, മതി അമ്മ സംസാരിച്ചത്, അമ്മ ഒരാൾ കാരണം ശ്രുതി ഈ വീട്ടിൽ നിന്ന് പോയത്, അമ്മയുടെ പണത്തിനുള്ള അത്യാഗ്രഹം കൊണ്ടല്ലേ അവളെ കള്ളത്തരം മൊത്തം പറഞ്ഞത്, അല്ലെങ്കിൽ അവളുടെ സാധാരണക്കാരി എന്നുള്ള കാര്യം പറയത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് ചന്ദ്രയുടെ നേരെ അങ്ങ് ചെല്ലുകയാണ്. അപ്പോഴത്തേക്ക് രവീന്ദ്രനൊക്കെ തടയുന്നുണ്ട് ശ്രുതിയെ. അപ്പോൾ ചന്ദ്രമതിക്ക് വീണ്ടും പണി കിട്ടുകയാണ്. ആദ്യം പൂജിച്ചുകൊണ്ട് വന്ന ഏലസ് എടുത്ത് രവീന്ദ്രൻ കിട്ടി. അവിടെ നിന്നൊരു രവീന്ദ്രൻ്റെ ഭാഗത്തുനിന്നുള്ള ദേഷ്യവും കുറ്റപ്പെടുത്തലും ഒരു സൈഡിൽ, പിന്നെ രണ്ടാമത് നമ്മുടെ ശ്രുതിയുടെ ഭാഗത്തു നിന്നും ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞാണ്. മൊത്തത്തിൽ നല്ല പണി കിട്ടിയാണ് ചന്ദ്രയ്ക്ക്. അപ്പോൾ ഇതിൻ്റെയൊക്കെ രസകരമായ കഥകളാണ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.